കണ്ട പൊട്ടി കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കെട്ടുമ്പം ചേട്ടനായിരിക്കും വന്ന് എന്നെ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അടിമ കൂടി കേരളത്തിന് സ്വന്തം. പാവം ചെക്കൻ, ഈ ബിഗ് ബോസ് എങ്കിലും ഇവൻ കാണണമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൂതറ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അങ്ങനെ അനുമോളുടെ കല്യാണം കഴിഞ്ഞു, നമ്മൾ വീഡിയോ ഇട്ട് അവർ സന്തോഷകരമായിട്ട് പോയി എന്നുള്ളതൊക്കെ തന്നെ. ഓക്കെ, അതിനകത്ത് നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്ന ഒരു വീഡിയോ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വീഡിയോയെ കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. അതിനേക്കാൾ ഉപരി ഇവരെങ്ങനെ മാച്ചായി എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇപ്പോ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്, എന്റെ പള്ളി, ഇങ്ങനെയും കുശുമ്പും അസൂയയും ഉള്ള ഒരു പെണ്ണിന്റെ വിവാഹം നടക്കുമ്പോൾ അവിടെ പറയുന്ന അപരാധങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന അനീഷിന്റെ ഫാൻസുകളായിരിക്കാം അങ്ങ് അപരാധിച്ച് വിടുകയാണ്. ആ കമന്റ് സെക്ഷനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം, അത് അവിടെ നിൽക്കിട്ട്. മറ്റൊരുത്തൻ വീഡിയോ ഇട്ടിക്കുകയാണ്. അവൻ വീഡിയോ ഇട്ടിക്കണേ, അയ്യോ ഇപ്പോൾ അനീഷ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയായിരിക്കും, അനീഷിന്റെ ചങ്ക് പൊട്ടിയായിരിക്കും. എന്തോന്നടേ ഇത്? അനീഷിന് വേറെ പെണ്ണില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അനീഷ് അവിടെ കിടന്ന് പൊട്ടിക്കരയായിരിക്കും, അനീഷിനെ ചതിച്ചു, തേങ്ങ മാങ്ങ എന്തോന്നൊക്കെ പടച്ച് വിടുന്നത്. ഇതൊക്കെ കേട്ടാൽ തോന്നി ഇവര് തമ്മിൽ ഭയങ്കര ലവ്. 3 ദിവസമായില്ലേ, 3 ദിവസമെങ്കിലും പ്രണയിച്ചില്ലേ, അതുകൊണ്ട് അവന്റെ നെഞ്ച്, അവൻ തൂങ്ങിച്ചാവാൻ പോണ്, അവന് വേറെ പെണ്ണ് കിട്ടത്തില്ല. എന്തോന്നടേ ഇത്? ഒരു മര്യാദ വേണ്ട ഇതൊക്കെ ആ ഒരു ബിഗ് ബോസിനകത്ത് അവനൊരു ഇഷ്ടം തോന്നി, അവൻ പറഞ്ഞു, അവൾക്ക് ഇഷ്ടമല്ല, തീർന്നു, അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ കഴിഞ്ഞു. അതിനെ വീണ്ടും കിടന്നുകൊണ്ട് ഈ പറയുന്ന അനീഷിനെ ചതിച്ചു, അനീഷ് ഇപ്പൊ തൂങ്ങിച്ചാവും, പിന്നീട് അനീഷ് അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നു. കഷ്ടം തന്നെയാണ് നിന്റെ കേസിൽ, കഷ്ടം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ നമ്മുടെയൊക്കെ കണ്ണ് നിറയിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ സ്നേഹം കൊണ്ട് കരയും എന്ന് പറയുന്നില്ലേ, ആ ഒരു വീഡിയോ അനുമോളുടെ അച്ഛനെ കുറിച്ചാണ്. കണ്ടോണേ സാധനം. ആ പുള്ളിയുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കണേ. അനുമോള് അച്ഛനെ നോക്കുന്നുണ്ട്, അച്ഛന്റെ കണ്ണ് നിറയുന്നുണ്ട്, വരൻ നോക്കുന്നുണ്ട്. ഒരു സീനാണ് കണ്ടത്. പൊട്ടി പൊന്നാരം പറയേണ്ടേ. സത്യം പറഞ്ഞ ഭാഗ്യം ചെയ്യണം കേട്ടോ, ഇങ്ങനെയുള്ള അച്ഛന്മാരെ കിട്ടാനും ഇങ്ങനെയുള്ള മക്കളെ കിട്ടാനും. ഞാനിങ്ങനെ വണ്ടടിച്ചിരിക്കുകയാണ്. ഞാൻ കരുതി നമ്മൾ പൊതുവെ കാണുന്നത് അമ്മമാര് കരയുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അമ്മ പൊതുവെ കരച്ചിലാണ് നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്. അമ്മ ഇങ്ങനെ പൊട്ടിക്കരയുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അനുമോള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മുടെ കുടുംബം മൊത്തം കരച്ചിലാണ്, ഒന്ന് പറഞ്ഞ് രണ്ടിന് കരയുന്ന ഒരു സംഭവം. പക്ഷെ ഒരു അച്ഛൻ ഇങ്ങനെ നിന്ന് ആ പറയുന്ന സ്വന്തം മകളുടെ ആ ഒരു വിവാഹ ചടങ്ങിൽ പുള്ളി ഏങ്ങനടിക്കുന്നുണ്ടോ, പുള്ളിക്കൊന്ന് പൊട്ടി നിൽക്കുക. അപ്പൊ അത്രയ്ക്കുള്ള ഒരു ആത്മബന്ധം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ഈ പറയുന്ന അമ്മയും അച്ഛനും തമ്മിലും, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലും. ആ പയ്യൻ അനുമോള് കാണുന്നുണ്ട്, അച്ഛൻ കരയുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഉടനെ പയ്യൻ വന്ന് ചിരിക്കുന്നു, പയ്യനെ കൊണ്ട് തല കൊണ്ട് മുട്ടിക്കുന്നു. ആ മുട്ടിക്കുമ്പോൾ അയാൾ പൊട്ടി. അത് ഒരു പ്രത്യേക ഫീലാണല്ലേ. അതിനൊരു ഭാഗ്യം വേണം എന്നുള്ളതാണ്. വരുന്നവരെല്ലാരും എങ്ങനെ അവർക്ക് ഇങ്ങനെ ഈ ഒരു ലെവലായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതായത് അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ഇപ്പൊ സഹോദരി ആയിക്കോട്ടെ, അനു ആയിക്കോട്ടെ, സഹോദരിയുടെ ഭർത്താവ് ആയിക്കോട്ടെ, എല്ലാവരും ആ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, ഇമോഷണലി വീക്ക് ആയിട്ടുള്ള അവരാണ്. അത് അവരവരുടെ സ്നേഹമാണ്. അവര് എത്രത്തോളം ഈ പറയുന്ന അവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പലർക്കും. എല്ലാ അച്ഛന്മാർക്കും സ്നേഹം ഇല്ല എന്നൊന്നുമല്ല. അല്ലെ കരയാത്ത, അല്ലെങ്കിൽ ചിരിക്കാത്ത അച്ഛന്മാര് കാണും. അത് സന്തോഷമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ കരയാത്തത് സങ്കടമില്ലാത്തത് കൊണ്ടല്ല. അവർക്ക് അത് ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. പക്ഷെ ഇവിടെ അവർക്ക് അത് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര മനോഹരമായ ഒരു വീഡിയോ ആണ് അത്. ഈ ഒരു വീഡിയോ ഭയങ്കര മനോഹരമായ, നമുക്ക് എല്ലാവർക്കും സന്തോഷം കൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം കണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതവരുടെ പേരാണ്. അതിന്റെ തൊട്ടടുത്ത അച്ഛൻ നിൽപ്പുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു പ്രത്യേക വൈബ് വേണല്ലേ അത് സാധനം. അടുത്തത് 1000
അമ്മ ഇവിടെ പക്ഷെ കല്ലാട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ആരെന്നറിയാമോ, നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന ഒരു സാധനമുണ്ട്. സുരേഷ് ഗോപി വാക്ക് പാലിച്ചു എന്ന് പറയുന്ന ഒരു സാധനം. സുരേഷ് ഗോപിയാണല്ലോ അവിടെ ആകെ കൂടി ഒരു സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാ നടനായിട്ട് അവിടെ എത്തിയത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി പറയുന്ന ഒരു സാധനമുണ്ട്. ശ്രീവിദ്യ മുല്ലശ്ശേരി രാഹുലിന്റെ കല്യാണത്തിന് വന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ എപ്പോഴാ കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ കെട്ടുമ്പം ചേട്ടനായിരിക്കും വന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് അന്ന് അരക്കിട്ട് ഉറപ്പിച്ച ഒരു വാഗ്ദാനമായിപ്പോയി. ഏതാ? ഓ, ഇവിടെ വെളിച്ചത്തോട്ട്. അപ്പോ സുരേഷ് ഗോപി പറഞ്ഞ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെ കണ്ടായിരുന്നു അനുമോളെ. കണ്ടപ്പോ അനുമോളിന്റെ അടുത്ത് ചോദിച്ചു, എന്നാ നിന്റെ കല്യാണം ചോദിച്ചപ്പോ എന്റെ കല്യാണത്തിന്റെ അടുത്ത് ചേട്ടനായിരിക്കും എന്നെ വന്ന് അനുഗ്രഹിക്കുന്നത്, അത് വാക്കുറപ്പിച്ച ഒരു വാഗ്ദാനമായിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഈ നമുക്ക് കുറച്ച് കമന്റ് സെക്ഷനിലോട്ട് പോകും. എനിക്കിത് വേണ്ടാന്ന് വിചാരിച്ചില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കുശുമ്പും അസൂയയുള്ള കുറെ എണ്ണം ഇന്ത്യ എന്നുള്ളതാണ്. നോക്കിയോ, ഞാൻ അവന്റെ വിധി. ഫസ്റ്റ് ഇവൾ ആരാ, നാളെയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ വെറുതെ ആണെന്നത്. അങ്ങനെ അവൻ ഒരു ഭർത്താവിനെ കിട്ടി. ചാൻസ് കുറവാ കൂടുതൽ മുന്നോട്ട് പോകാൻ. എന്നിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ല, നോട്ട് PSC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് എടുത്തത്. മോനെ ഇനി സൂക്ഷിച്ചോ, നിന്നെയും തേക്കും. സംഭവം എത്ര ദിവസം ഉണ്ടാകുമോ എന്തോ, 6 month ഗ്യാരണ്ടി. പിന്നെന്തൊരു പാവം തങ്കച്ചൻ, ഇവന്റെ പേര് പാനിപ്പൂരി. തങ്കുവിനെ തേച്ചു. ഭാര്യ എന്തൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കുറച്ചൊരു ഹാപ്പി മാരേജ് ലൈഫ്. ചേട്ടനും സദാചാരക്കാരനാണോ, സോഷ്യൽ മീഡിയ ഒഴിവാക്കി മാന്യം മുന്നോട്ട് പോകാൻ ജീവിതം ഓക്കെ. അങ്ങനെ ഒരു അടിമ കൂടി കേരളത്തിന് സ്വന്തം. പാവം ചെക്കൻ, ഈ ബിഗ് ബോസ് എങ്കിലും ഇവൻ കാണണമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, കൂതറ ചോദിക്കാൻ വഴിയുണ്ടാന്ന ഒരു മണക്കാൻ അവന്റെ കാര്യം കട്ടപ്പുക. അവിടെയും ബംഗാളി, ഭർത്താവ് റോബോട്ടോ. ഇവൻ ഫുൾ ബിഗ് ബോസ് കണ്ടില്ല, പകുതി കണ്ട് ഉറപ്പിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഹുദാഗവ പെട്ടെന്ന് വിചാരിച്ചു റോബിൻ പിന്നെയും ഒരു ആനപ്പാപ്പൻ. ഇത് സത്യം പറഞ്ഞു ഇതിനകത്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചില്ല. ഞാൻ വെറുതെ ഇങ്ങനെ റാൻഡംലി ഞാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തപ്പോ കിട്ടിയ സാധനം മനസ്സിലായി. ഇത് മൊത്തം ഇതാണ്, നിങ്ങൾ വായിച്ചു നോക്കി, മൊത്തം ഇതാണ്. എന്തോന്നല്ലേ ഇത്രയും ഈ പറയുന്ന ഇതൊക്കെ. ഇനിയിപ്പോ കല്യാണമായാലും ഫോട്ടോഷൂട്ട് ആയാലും എന്തിനാ ഇത്രയും അധികം നെഗറ്റീവ് ചെയ്യാൻ പറ്റും? അത് കുറച്ചുകൂടി ചോദിക്കുന്നുണ്ട്. ഹാപ്പി വെഡിങ്. അതെ, കുറെ നാളുകൾ വന്ന് നല്ല ദിവസം. എന്തോന്നല്ലേ ഇത് ഒരാളുടെ ഒരു പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങിന്റെ അന്ന് ആ വിവാഹ പിന്നെ എന്താണ് ആ ഒരു വീഡിയോയുടെ താഴെ വരെ ഇതുപോലെ ദുഷിച്ച മനസ്സുമായിട്ട് വന്ന് കുറെ എണ്ണം കമന്റ് ഇടുകയാണ്. അങ്ങനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ പറഞ്ഞില്ല, ഒരുത്തൻ പറയുന്ന അനീഷ് അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. എന്തോന്നല്ല ഇത്, എന്തോന്നൊക്കെയാ നിങ്ങൾ പറയുന്നത്? എനിക്കത് ഒരു മനസ്സിന് ഒന്നും പിടിയിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും കുശുപ്പ് നാറുകൾ ഇത്രയും ഈ പോലെ വെറുക്കുന്ന അനീഷിന്റെ ഫാൻസ് ആയിരിക്കും, മനസ്സിലായി? അതായിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, അനീഷിനെ ഇതിനകത്ത് വലിച്ചിടുക. അവനപ്പോ അനീഷൊക്കെ ആ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എതിർത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്റർവ്യൂവിൽ വന്ന് വീണ്ടും കള്ളങ്ങൾ പറയുമ്പോൾ നമ്മൾ എതിർക്കല്ലാതെ അവനോട്ടുള്ള പേഴ്സണൽ ബ്ലഡ്ജോ അങ്ങനെയൊന്നുമില്ല. അവനപ്പോ ഒരു ഇഷ്ടം തോന്നി, അവൻ വന്ന് പറഞ്ഞു, അവൾക്ക് ഇല്ലാന്ന് പറഞ്ഞ് തീർന്നു. അതിന് അവൻ കിടന്ന് പൊട്ടിക്കരയാൻ വേണ്ടി മാത്രം അനീഷിന് പെണ്ണ് ലോകത്ത് കിട്ടാതായിരിക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും എന്തെങ്കിലും പറഞ്ഞങ്ങ് കേട്ട് വിടുക. എന്തോന്നല്ലേ ഒരു ചെറിയ എത്തിക്സ് ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ എത്തിക്സ് ഒക്കെ വേണം. അതുപോലെ കമന്റ് ബോക്സ് ഉണ്ട്, കഷ്ടം, പരിതാപകരം എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് അനുമോൾ അതുതന്നെ അനുമോൾ പറയട്ടെ. ഇപ്പൊ ഇതിപ്പോ കല്യാണ ദിവസമായോണ്ട് ഇന്ന് അല്ലെങ്കിൽ തൊട്ട് മുമ്പേ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇതുപോലുള്ള അപരാധങ്ങൾ ഇങ്ങനെ നിരത്തി വന്നു. തങ്കൂനെ തേച്ചു എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് തങ്കച്ചനുമായിട്ടുള്ള സംഭവം. അവർ തന്നെ ആ ഒരു പ്രോഗ്രാം പോകാൻ വേണ്ടിയിട്ട് ഒരു കോംബോ നടത്തിയതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തങ്കു എവളും എല്ലാം പറഞ്ഞതാണ്. അതും തങ്കുവിനെ തേച്ചു എന്ന് പറയുന്ന അത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറയുന്നതാ. അപ്പൊ ഇത് കല്യാണം മുമ്പെയാണ് ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു സാധനം വേണേ ഇവർ തമ്മിൽ അവിഹിതമാണ്, പിന്നെ കെട്ടിയതാണ് ഗർഭിണി എന്നൊക്കെ യുവമാര് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ഈ ഒരു കല്യാണം
മറ്റുള്ളവരെ അറിയിക്കാത്തത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്നല്ലേ അറിഞ്ഞുള്ളൂ. വളരെ ഇനിയിപ്പം കുറെ എണ്ണം കുരു കൊട്ടും അങ്ങനെയാണ് 2 മാസമേ കാണുള്ളൂ, ഒരാഴ്ച 4 ആഴ്ച അവരങ്ങ് സ്ഥാപിക്കുകയാണ്. കഷ്ടം തന്നെ. ഡോക്ടറെ മൊസ്റ്റേ കമന്റ് ചെയ്യും. എന്തായാലും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു സൈഡാണ്. ഇങ്ങനെയുള്ള കുരു പിടിച്ച കുഷ്ഠം പിടിച്ച കുറെ എണ്ണം ഉണ്ടാവും. അവന്മാരുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കമന്റ് വഴി തീർത്തുകൊണ്ടിരിക്കും. മനസ്സിലായി? അത് അവിടെ കൂടെ പോട്ട് നിങ്ങൾ നല്ല രീതിയിൽ അതൊന്നും മൈൻഡ് ആക്കേണ്ട, നിങ്ങളുടെ നല്ല രീതിയിൽ പോട്ടെ എന്നുള്ളതാണ്. അതുമല്ല, ഞാൻ ഈ വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം അച്ഛന്റെ ആ ഒരു സ്നേഹമാണ്, മകളോടുള്ള സ്നേഹം. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം തോന്നി. നിങ്ങളുടെ അപ്പുറം മൊസ്റ്റേ കമന്റ് നമുക്ക് വിടുകണം.